ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖരീഫ് സീസണിനോടനുബന്ധിച്ച് സൗദിയിൽ നിന്നും നേരിട്ടുള്ള ആദ്യ വിമാനം സലാലയിലെത്തി. നിരവധി വിനോദസഞ്ചാരികളുമായി സൗദി എയർലൈനാണ് സലാല വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. യാത്രക്കാർക്ക് അധികൃതർ ഊഷ്മള വരവേൽപ്പും നൽകി. ഒമാനിലെ സൗദി അറേബ്യയുടെ അംബാസിഡർ ഇബ്രാഹിം ബിൻ സായിദ് ബിൻ ബിഷാൻ, സലാല എയർപോർട്ട് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ സക്കറിയ ബിൻ യാക്കൂബ് അൽ ഹറാസി തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഖരീഫ് സീസണിൽ സലാലയിലേക്ക് 12 അന്താരാഷ്ട്ര വിമാന കമ്പനികൾ പ്രത്യേക സർവീസ് നടത്തുമെന്ന് എഞ്ചിനീയർ സക്കറിയ ബിൻ യാക്കൂബ് അൽ ഹറാസി പറഞ്ഞു. ഒക്ടോബർ അവസാനം വരെ സർവീസുകൾ തുടരും. ഖരീഫ് സീസൺ ആരംഭിക്കുന്നതോടെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് നിരവധി വിമാന കമ്പനികളുടെ സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. വിവിധ ഷെഡ്യൂളുകൾ അനുസരിച്ച് ഈ സീസണിൽ എത്തുന്ന വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ ഒമാൻ എയർപോർട്ട്സ് അധികൃതർ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്നും അൽ ഹറാസി കൂട്ടിച്ചേർത്തു. റിയാദിൽ നിന്ന് 4, ദമാമിൽ നിന്നും ജിദ്ദയിൽ നിന്നും 3 വിമാനങ്ങളും എന്നിങ്ങനെ സൗദി അറേബ്യയിലെ 3 പ്രധാന നഗരങ്ങളിൽ നിന്നും ഫ്ലൈനാസും സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ, ബാഗ്ദാദ്, ബഹ്റൈൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നും സലാലയിലേക്ക് സർവീസുകൾ ഉണ്ടാകും. യാത്രക്കാർ എത്തുമ്പോഴും പുറപ്പെടുമ്പോഴും യാത്രാ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കുന്നതിനാവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകാൻ ഒമാൻ എയർപോർട്ട് ശ്രമിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഒമാനിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പുറത്ത് ജോലിയിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് അവശ്യ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം തൊഴിലുടമകളോട് ആവശ്യപ്പെട്ടു. ചൂട് തടയുന്നതിനുള്ള പൊതുവായ ശുപാർശകൾ ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു. തൊഴിലാളികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ സുരക്ഷിതമായ വേനൽക്കാലം ഉറപ്പാക്കാൻ ഇത്തരം ശുപാർശകൾ പാലിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. സ്മാർട്ട് വർക്ക് ഷെഡ്യൂളിംഗ്. അതിരാവിലെയോ ഉച്ചകഴിഞ്ഞോ ആയാസകരമായ ജോലികൾ ഷെഡ്യൂൾ ചെയ്യുക. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെ നിർമ്മാണ സ്ഥലങ്ങളിലോ ഉയർന്ന താപനിലയ്ക്ക് വിധേയമാകുന്ന തുറസായ സ്ഥലങ്ങളിലോ ജോലി ചെയ്യിക്കാതിരിക്കുക. തണലുള്ളതോ എയർ കണ്ടീഷൻ ചെയ്തതോ ആയ സ്ഥലങ്ങളിൽ ഇടയ്ക്കിടെ ഇടവേളകൾ അനുവദിക്കുക. ചൂടുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഓരോ 45-60 മിനിറ്റിലും ഇടവേള അനുവദിക്കുക. ജലാംശം നൽകുന്ന വസ്തുക്കൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കുക. ഇൻഡോർ വർക്ക് സ്പേസുകളിൽ എയർ കണ്ടീഷനിംഗ് യൂണിറ്റുകളോ ഫാനുകളോ സ്ഥാപിക്കുക. ഔട്ട്ഡോർ സെറ്റുകളിൽ മേലാപ്പുകളും പോർട്ടബിൾ ഫാനുകളും ഒരുക്കുക. ചൂട് സമ്മർദ്ദ ലക്ഷണങ്ങൾ തിരിച്ചറിയാനും ഉചിതമായി പ്രതികരിക്കാനും തൊഴിലാളികളെ പരിശീലിപ്പിക്കുക. ചൂടിനെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രതിരോധിക്കാനുമായി പോസ്റ്ററുകൾ, ലഘുലേഖകൾ, ഹ്രസ്വ വീഡിയോകൾ തുടങ്ങിയവ നൽകുക. ജോലിസ്ഥലത്തെ താപനിലയും ഈർപ്പവും ദിവസവും നിരീക്ഷിക്കുക. താപസമ്മർദ്ദ അടിയന്തര പ്രതികരണത്തിനായി അടിയന്തര പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അധികൃതർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയെ കൂടുതൽ കലുഷിതമാക്കിക്കൊണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരാഴ്ച പിന്നിടുമ്പോഴും അയവില്ലാതെ തുടരുന്നു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ US പങ്കാളിയാകുമെന്ന സൂചനയ്ക്കിടെ പ്രത്യാക്രമണം ഇറാൻ ശക്തമാക്കി. മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ ബീർഷെവയിലെ സൊറോക്ക ആശുപത്രി തകർന്നു. ഇന്നലെ രാവിലെയുണ്ടായ ആക്രമണത്തിൽ 71 പേർക്കാണ് പരിക്കേറ്റത്. ദക്ഷിണ ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയാണിത്. തകർന്ന ആശുപത്രിയുടെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഗാസയിലെ ഓപ്പറേഷനിടെ പരിക്കേറ്റ സൈനികരെ ഇവിടെ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ആശുപത്രിക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ നിഷേധിച്ചു. ആശുപത്രിക്ക് സമീപമുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ സൈന്യത്തിന്റെ കമാൻഡ് ആൻഡ് ഇന്റലിജൻസ് ആസ്ഥാനവും സൈനിക ഇന്റലിജൻസ് ക്യാമ്പും ആശുപത്രിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യ തെക്കൻ ഇസ്രായേലിലെ 4 സ്ഥലങ്ങളിൽ ഇറാനിയൻ മിസൈലുകൾ ഗുരുതര നാശനഷ്ടങ്ങൾ വരുത്തിയതായാണ് വിവരം. ടെൽ അവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും കനത്ത നാശനഷ്ടമുണ്ടായി. തുറമുഖ നഗരമായ ഹൈഫയിൽ ഉൾപ്പെടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് സൈറൺ മുഴങ്ങി. 30 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിലെ പ്രധാന നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ നടത്തിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ആക്രമണങ്ങളിൽ 240 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ആശുപത്രി ആക്രമണത്തിനു പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാനയെ വധിക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് രംഗത്തെത്തി. ഖാനോയി ആധുനിക ഹിറ്റ്ലറാണെന്നും ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ലെന്നും കാറ്റ്സ് പറഞ്ഞു.
ഇറാനിലെ പ്രധാന ആണവ നിലയമായ അരാക്ക് ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തി. ടെഹ്റാനിൽ നിന്നും 250 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് അരാക്ക് ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. നിലയം തകർന്നെങ്കിലും അണുവികിരണമുണ്ടായിട്ടില്ല. ആക്രമണത്തിന് മുമ്പ് തന്നെ ആളുകളെ പ്രദേശത്തു നിന്നും ഒഴിപ്പിച്ചിരുന്നു. പ്ലൂട്ടോണിയം സംസ്കരിച്ചെടുക്കാനാണ് നിലയത്തിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിനോട് അദ്ദേഹത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ച ഭൂരിഭാഗം പേർക്കും വിയോജിപ്പാണ്. സംഘർഷത്തിൽ യുഎസ് സൈന്യം ഇടപെടേണ്ട എന്നാണ് കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ പിന്തുണച്ചവരിൽ 53% പേരുടെയും നിലപാട്. ഈ മാസം 13, 16 തീയതികളിൽ നടന്ന ദി ഇക്കോണമിസ്റ്റ് യുഗോവ് സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. 19% പേർ മാത്രമാണ് ഇറാനിൽ യുഎസ് സൈനിക ഇടപെടലിന് പിന്തുണ നൽകിയത്. ക്യുഎസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ മുന്നേറിക്കൊണ്ട് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി 2026 പട്ടികയിലാണ് 28 സ്ഥാനങ്ങൾ മുന്നേറ്റം നടത്തിയത്. ആഗോളതലത്തിൽ 334 സ്ഥാനത്താണ് SQU. തുടർച്ചയായ 2ാം വർഷവും മുന്നേറ്റം തുടരുകയാണ്. ലോകമെമ്പാടുമുള്ള മൊത്തം 8467 സർവകലാശാലകളിൽ നിന്നും 1503 സ്ഥാപനങ്ങളെയാണ് റാങ്കിങ്ങിനായി വിലയിരുത്തിയത്. ഈ വർഷം 112 പുതിയ സർവകലാശാലകളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്കാദമിക് നിലവാരം, ഗവേഷണ പ്രകടനം, ആഗോള ഇടപെടൽ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള സുസ്ഥിരമായ ശ്രമങ്ങളെയാണ് SQUവിൻ്റെ പുരോഗതി എടുത്തു കാണിക്കുന്നത്. വിദേശികൾ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തുന്നുണ്ട്. ഹഫീദ് അതിർത്തി വഴി ഒമാനിലേക്ക് അനധികൃതമായി വിവിധ ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ച 2 ഇന്ത്യക്കാർ അറസ്റ്റിലായി. 600-ലധികം പാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ, നിരോധിത സിഗരറ്റുകൾ, ഇലക്ട്രോണിക് ഹുക്കുകളും തുടങ്ങിയവയാണ് ഇവരുടെ വാഹനത്തിൽ നിന്നും പിടിച്ചെടുത്തത്. വാഹനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു വസ്തുക്കൾ. ഹഫീദ് പോർട്ട് കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടുകെട്ടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരുന്നതായും ഒമാൻ കസ്റ്റംസ് വിഭാഗം അറിയിച്ചു. ഒമാനിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി ഇറാനിലേക്ക് പോയി തിരികെ വരാൻ കഴിയാതെ കുടുങ്ങിയ മലയാളി കുടുംബങ്ങൾ ഒടുവിൽ മടങ്ങിയെത്തി. മലപ്പുറം സ്വദേശികളായ 4 പേരാണ് ഒമാനിൽ നിന്നുണ്ടായ ഉന്നതതല ഇടപെടലിനെ തുടർന്ന് ഒമാനിലെത്തിയത്. വിമാന സർവീസുകൾ റദ്ദായതോടെയാണ് വള്ളിക്കുന്ന് സ്വദേശികളായ റഫീഖ്, ഷഫീഖ്, നൗറിൻ സമദ്, സൗഫിയ ഫാത്തിമ എന്നിവർ ഇറാനിൽ കുടുങ്ങിയത്. ടൂറിസ്റ്റ് വിസയിലാണ് 4 പേരും ഇറാനിലെത്തിയത്. നാട്ടിലേക്ക് തിരിച്ചെത്താൻ ഇന്ത്യൻ എംബസിയുടെ സഹായം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഒമാൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഇറാഖ് വഴി തിരികെ വരാൻ ശ്രമം നടത്തിയെങ്കിലും വിസ പ്രശ്നങ്ങൾ കാരണം തടസ്സം നേരിടുകയായിരുന്നു. എന്നാൽ മലയാളി കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി കൂടെയുള്ളവർ ഒമാനിൽ നിന്നുള്ള ഇടപെടൽ വഴി 4 പേർക്കും ഇറാഖ് വിസ ലഭ്യമാക്കുകയും ഇവിടെ നിന്നും ഒമാനിലേക്ക് എത്തിക്കുകയുമായിരുന്നു. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ സ്വദേശികളും വിദേശികളുമായ 500-ൽ പരം ആളുകളെ ഇതിനോടകം രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.